നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ടായിരുന്നു. അതായത് ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകുന്നു. ആ കുട്ടിയുടെ അമ്മ പറയുന്നത് കുവൈറ്റില് ഒരു ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് അകപ്പെട്ട് ജയിലിലാണ്. അപ്പോൾ ആ അമ്മയുടെ ഒരു മോചനത്തിനായുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ മറ്റു വിവരങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉടൻ ഉണ്ടാകുമോ മോചനം? എന്താണ് ഈ മരണ വിവരം? അമ്മയെ അറിയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ, മരണവിവരം ഇതുവരെയും അമ്മയെ അറിയിച്ചിട്ടില്ല. മകന്റെ ഭൗതിക ശരീരം 5-ാം ദിവസവും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ഒരു നോക്ക് അവസാനമായി കാണുവാൻ ഒരു അവസരമാണ് ആ കുടുംബം നൽകാൻ കാത്തിരിക്കുന്നത്. പക്ഷേ ആശങ്കകളൊക്കെ ഏറുകയാണ്. ജിനുവിന് മകന്റെ മരണ വാർത്ത ഇതുവരെയും ജിനു അറിഞ്ഞിട്ടില്ല. നാട്ടിലേക്ക് അല്ലാതെ തന്നെ വരാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിലാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതും ജയിലിലാകുന്നതും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ജിനുവിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതായിരിക്കാം ജിനു ഇപ്പോഴും കരുതുന്നത്. പക്ഷെ മകന്റെ മരണ വാർത്ത ഇതുവരെ ജിനു അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 17-നാണ് അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂടെ കൂട്ടിയിടിച്ചുകൊണ്ട് 2 വിദ്യാർത്ഥികൾ ദാരുണമായി കൊല്ലപ്പെട്ടത്. അതിൽ ഒരാളാണ് ജിനുവിന്റെ മകൻ. അപ്പോൾ ഇത്തരത്തിൽ 5-ാം ദിവസവും മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഏക മകന്റെ വേർപാട് ജിനുവിനെ അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന ജിനു തിരികെ എത്തുവാനുള്ള വഴിയൊന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 മാസം മുൻപാണ് ജിനു കുവൈറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഈ കുവൈറ്റിലേക്ക് ഈ ഏജന്റ് പറഞ്ഞത് ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ 40,000 രൂപ ശമ്പളം പറയുന്നു. പക്ഷെ കുവൈറ്റിൽ എത്തിയപ്പോൾ മറ്റൊന്നാണ് സംഭവിച്ചത്. വെറും 27,000 രൂപ മാത്രമാണ് ശമ്പളം. പക്ഷെ ആ പറഞ്ഞ ശമ്പളം പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. അതും കുഞ്ഞിനെ അല്ല, ആ കുടുംബത്തെ മുഴുവൻ നോക്കുന്ന കഠിനമായ ജോലികളൊക്കെയായിരുന്നു ജിനുവിന് ചെയ്യേണ്ടി വന്നത്. അപ്പോ ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാൻ എത്തിയിട്ട് കഠിനമായ ജോലികളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവസാനം അത് ചെയ്യാൻ കഴിയാതെ ഏജൻസിനെ ജിനു ബന്ധപ്പെടുന്നു. തനിക്ക് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം തനിക്ക് ഈ ജോലി തുടരുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ജിനു ഏജൻസിയെ അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു ജീവനക്കാർ ഇവിടെ എത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല. പിന്നീട് ഈ കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇന്ത്യൻ എംബസിയിൽ എത്തിയത്. അപ്പോൾ കോടതി നടപടികൾക്ക് ശേഷമാണ് ഇപ്പൊ തടങ്കലിൽ കഴിയുന്നത്. അപ്പോൾ താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 16-ാം തീയതി തിരികെ നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഈ വരാനിരിക്കുമ്പോഴാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും ഒക്കെ പ്രതിസന്ധിയിലായത്. ഇത് കാരണം ഈ മലയാളി അസോസിയേഷനൊക്കെ, അതായത് ഈ യാക്കോബായ സഭാ നേതൃത്വം, അതുപോലെ തന്നെ എംപിമാരായ ഡീൻ കുര്യാക്കോസ്, സുരേഷ് ഗോപി, ആന്റോ ആന്റണി, ഇവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ജിനുവിനെ നാട്ടിലെത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പ്രവാസികൾക്ക് അറിയാലോ, ഈ വെള്ളിയും ശനിയും ഒക്കെ കുവൈറ്റിലെ അവധി ദിനങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ഇടപെടൽ സാധ്യമായിരുന്നില്ല. അപ്പൊ എന്തായാലും ചൊവ്വാഴ്ച ജിനുവിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ അതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പറയുന്നത് ജിനു നാട്ടിൽ എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ചയോടെ സംസ്കാരം നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരുന്നത്. കാരണം 5 ദിവസമായി, ഇന്ന് 5-ാം ദിനമായി ആ മകനെ ഒന്ന് അവസാനമായി പോലും അമ്മയ്ക്ക് കാണാൻ കഴിയാതെ ആ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം അത്രത്തോളം വേദനിക്കുന്നുണ്ട്. 2 ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരിടത്ത് ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ നോക്കണം. ഒരിടത്ത് മകൻ ജീവനറ്റ് കിടക്കുന്നു, മറുഭാഗത്ത് ഭാര്യയുടെ മകന്റെ മരണ വിവരം അറിയിക്കുന്നില്ല, ജയിലിൽ കഴിയുന്നു, നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ കുടുംബം ഒരു പ്രതിസന്ധി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ വിവരം അമ്മ അറിയുമ്പോൾ ആ ഒരു അവസ്ഥയല്ലേ, അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒന്നാമത് ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവരെങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് നിனைക്കുന്ന ആ വേളയിലായിരിക്കും മകന്റെ മരണ വാർത്ത അറിയാം. അപ്പൊ എങ്ങനെ അമ്മ താങ്ങുമെന്നൊരു ചോദ്യം, അത് ചുറ്റുമുള്ളവർ എങ്ങനെ അവരോട് അവതരിപ്പിക്കും? അവരെങ്ങനെ ആ ഒരു കടമ്പ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കും? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ചുറ്റുമുള്ളവർക്കും ആ അമ്മ അത് അറിയുന്ന നിമിഷവും, അല്ലെ? അപ്പൊ വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ്. ഈ ജിനുവിന്റെ ഭർത്താവ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്, പത്തനംതിട്ടയുള്ള ഒരു ഏജൻസിയാണ് ഭാര്യയെ 2.5 മാസം മുൻപ് ഈ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. ഒരു കുട്ടിയെ നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു, 40,000 രൂപ ശമ്പളം എന്ന് പറയുന്നു. പക്ഷെ ജോലി സ്ഥലത്ത് എത്തിയപ്പോൾ വീട്ടിലുള്ളവരെ മുഴുവൻ നോക്കേണ്ട ഒരു ബാധ്യത വരുന്നു. 27,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളമായിട്ട് കൊടുത്തത്. പിന്നീടാണ് ഈ ഏജൻസി ഈ വിവരം അറിയിക്കുന്നു. അവരെത്തി ഭാര്യ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു. പിന്നീടാണ് രഹസ്യമായി ജിനു ഈ വിവരം കുവൈറ്റ് മലയാളി അസോസിയേഷനെ അറിയിച്ചത്. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ എംബസിയിൽ എത്തുകയാണ്. അപ്പൊ നടപടികളൊക്കെ പൂർത്തിയായിട്ട് ജിനു ഇപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച നാട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷെ യുദ്ധത്തിന്റെയും കോവിഡിന്റെയും കാര്യം കൊണ്ടാണ് നീണ്ടുപോയത്.
അപ്പോ ആ ജയിലിൽ ഏജൻസി വഴി ചതിക്കപ്പെട്ട മലയാളികളായ 35 സ്ത്രീകൾ ഉണ്ട് എന്നാണ് ഈ ഭർത്താവ് പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഇത്തരത്തിൽ വളരെയധികം ശമ്പളവും പലതും ഇവർക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീകളെയൊക്കെ ഇത്തരത്തിൽ അന്യനാട്ടിൽ എത്തിക്കുന്നത്. പക്ഷെ അവിടെ നടക്കുന്നതൊക്കെ കൊടും ചതികളാണ്. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ ജീവിക്കേണ്ടി വരിക, പറഞ്ഞ ശമ്പളം ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നത്. ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുക, ജിനുവിന്റെ പാസ്പോർട്ട് പോലും അവിടെ പിടിച്ചു വെച്ചതാണ്. കാരണം അവർക്ക് പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുവാനുള്ള ഒരു അധികാരവുമില്ല, എന്നിട്ടും പാസ്പോർട്ട് പിടിച്ചു വെച്ചു. അപ്പോൾ ഇത്തരത്തിൽ പല പ്രതിസന്ധികളും അവിടെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഡീൻ കുര്യാക്കോസ് MP പ്രതികരിച്ചിട്ടുള്ളത്. ജിനുവിന്റെ മടക്കത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന്, അതായത് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം ഈ കുവൈറ്റ് എംബസി, കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനാപതി അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, നിരന്തരം സംസാരിക്കുന്ന, ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഈ കോവിഡ് ഗൈഡ്ലൈൻസ് അല്ലെ, അത് ശരിക്കും വലിയ വെല്ലുവിളി തീർക്കുകയാണ് ജിനുവിനെ നാട്ടിലെത്തിക്കാനുള്ള കാര്യത്തിൽ. ഇന്നലെ ഇന്നും പൊതു അവധിയായതും ഒരു ഘടകമായിട്ട് മാറിയപ്പോൾ എന്നാലും പ്രതിസന്ധിക്ക് അതിജീവിച്ച് ജിനു നാട്ടിലെത്തട്ടെ. അതെ, ഈ ചൊവ്വാഴ്ചയാണ് അണക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ഷാനറ്റും സുഹൃത്തും കൂടെ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഷാനറ്റ് മരിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയാ, നമുക്ക് നനച്ചിരിക്കാതെ ഒരു കുടുംബത്തിൽ വരുന്ന ഒരു ദാരുണമായ, കുറച്ച് അടുപ്പിച്ച് വരുന്ന ദാരുണ സംഭവങ്ങൾ എന്നുള്ളതാണ്. ഈ കുവൈറ്റ് സിറ്റിയില് വ്യാജമായിട്ട് ജോലി വാഗ്ദാനമൊക്കെ നൽകി, അതായത് ശമ്പളവും ഭക്ഷണവും ഒക്കെ നൽകാതെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട 4 മലയാളി സ്ത്രീകളൊക്കെ ഇന്നിപ്പോ നാട്ടിൽ തിരിച്ചെത്തിയ വാർത്തയൊക്കെ ഈ അടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തന്നെ. അതായത് കൊട്ടാരക്കര പുത്തൂർ സ്വദേശി, പിന്നെ തൃശൂർ പെരുമ്പിലാവ് സ്വദേശിനി, വൈക്കം സ്വദേശിനി, കൊല്ലം ഓയൂർ സ്വദേശിനി എന്നീ 4 പേർ ഈ അടുത്താണ് നാട്ടിലെത്തിയത്. അപ്പം ഈ റിക്രൂട്ടിംഗ് ഏജന്റ് തന്നെയായിരുന്നു ഇവരെ ചതിച്ചതും, ഇവർ മർദ്ദിച്ചിരുന്നു ഇവരെ. കൂടാതെ ഇതിലൊരു സ്ത്രീ അവശ നിലയിലൊക്കെ ആയതാണ്. 4 മാസത്തെ ശമ്പളം നൽകാതെയായിരുന്നു ഇയാളുടെ ക്രൂരത എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് പിന്നീട് നാട്ടിലേക്കൊക്കെ അയക്കുകയായിരുന്നു. അപ്പോ ഇതിലൊരു സ്ത്രീ ശാരീരിക മാനസിക പീഡനത്തിന് 10 ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെട്ട് റിക്രൂട്ടിംഗ് ഏജന്റുമാരെ സമീപിക്കാനൊക്കെ ഇരുന്നതാണ്. നോർക്കയ്ക്കും പരാതിയൊക്കെ നൽകുമെന്ന് അവർ പറഞ്ഞതാണ്. അപ്പൊ മോശം തൊഴിൽ സാഹചര്യത്തെ കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഈ ഏജന്റ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകി പുറം രാജ്യത്തേക്ക് എത്തിക്കുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് അവരെ ചതിക്കിണിയിൽ വീഴ്ത്തുന്നു. അത്തരത്തിൽ പല ക്രൂരതകളും ഒക്കെ നേടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവർക്ക് ശമ്പള കുടിശ്ശികയോ പരാതിയോ ഒന്നും ഇല്ല എന്നൊക്കെ എഴുതി വാങ്ങിയിട്ടൊക്കെയാണ് ഇവർ നാട്ടിലേക്കൊക്കെ വിടുന്നത്. കുവൈറ്റിൽ മാത്രമല്ല, UAE അടക്കം ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഈ UAE റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം സൗജന്യ വിസയും വിമാന ടിക്കറ്റും ആകർഷകമായ ശമ്പളവും വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് യുവതികളെ ഏജന്റുമാർ UAE എത്തിക്കുകയാണ്. ഈ ചെറിയ ഫ്ലാറ്റിൽ ഒരേ സമയം 30-ലേറെ പേരെ താമസിപ്പിക്കുന്നുണ്ട്. ഇവരെ പിന്നീട് പല ഭാഗങ്ങളിലേക്ക് വീട്ടുജോലിക്ക് നിർത്തുന്നുണ്ട്. ചിലർക്ക് ജോലി കിട്ടാൻ മാസങ്ങളോളം വൈകും. എന്നാൽ ഇത്രയും ദിവസത്തെ ശമ്പളം പോലും നൽകില്ല. മാത്രമല്ല, കൃത്യമായ ഭക്ഷണം ഇവർക്ക് നൽകില്ല. യുവതികൾ എത്തുന്ന ഉടനെ ഏജന്റ് പാസ്പോർട്ട് കൈക്കലാക്കുന്നതോടെ അവർക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും കൂടി അവിടെ അടയപ്പെടുകയാണ്. പിന്നെ ഈ ജോലിയുടെ കാഠിന്യം, അതിന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകുന്ന ഏജന്റിനോട് ഒരു പരാതി പറയും. അങ്ങനെ ഏജന്റിനെ അറിയിച്ച അവരുടെ ഭാഗത്തു നിന്ന് മോശമായ വാക്കിലായിരിക്കും പ്രതികരണം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഏജന്റുമായിട്ട് തർക്കിക്കുന്ന വീഡിയോ വരെ ചില യുവതികൾ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ സൗജന്യമായി നൽകുന്ന വിസ, വിമാന ടിക്കറ്റ്, ഇതിന്റെ തുക ഏജന്റ് വളരെ പെട്ടെന്ന് സമ്പാദിക്കുന്നുണ്ട്. UAE വീട്ടുജോലിക്കാരെ കൊണ്ടുവരിക, ജോലിക്ക് നിർത്തുക, ഇങ്ങനെ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന പണം അവർക്ക് നൽകേണ്ടി വരുന്നു. അവർ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. സമ്പന്നരാണ് ഈ യുവതികളെ ജോലിക്ക് നിർത്തുന്നത്. അപ്പൊ അവർ ആവശ്യപ്പെടുന്ന പണം നൽകിയായിരിക്കും ഇവര് ജോലിക്ക് നിർത്തുന്നത് തന്നെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ വിസയുടെ പണം പോലും ഈ തൊഴിലുടമയ്ക്കാണ് അടയ്ക്കുന്നത്. എന്നിട്ടും അസുഖങ്ങൾ കാരണം ജോലി ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോകണമെന്ന് പറയുന്നവരോട് വൻ തുക ആവശ്യപ്പെട്ട ഏജന്റുമാർ മാനസികമായിട്ട് ഉപദ്രവിക്കുന്നതിലുപരി ശാരീരികമായിട്ട് പോലും അവരെ ഉപദ്രവിക്കാറുണ്ട്, പീഡിപ്പിക്കാറുണ്ട് എന്നതടക്കമുള്ള പരാതികളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മാത്രമല്ല, ഈ ഏജന്റുമാർക്ക് അജ്മാനിലെ ചില ഇന്ത്യൻ അസോസിയേഷനുകളുടെ രഹസ്യ പിന്തുണ ഉണ്ട് എന്നതടക്കമുള്ള പരാതി ഉയർന്നിരുന്നതാണ് അത്തരത്തിലുള്ള പരാതികളൊക്കെ. അപ്പൊ ഇത് സംബന്ധിച്ച് ഇവർ കോൺസുലേറ്റിനൊക്കെ പരാതി സംഘടനകളൊക്കെ നൽകി നടപടികളൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പലപ്പോഴും ആരോപണങ്ങളും ഉയർന്നിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പലരും പോലീസിൽ പരാതിപ്പെടില്ലെന്ന് എഴുതിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് പാസ്പോർട്ട് പോലും തിരിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ നാട്ടിലെത്തുന്നവർ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകാത്തത് തന്നെ ഈ കൂടുതൽ പേർ ഇത്തരത്തിലുള്ള ഒരു ചതിക്കുഴി കാരണമാണ്
ഇങ്ങനെ അതായത് തങ്ങൾക്ക് പരാതി ഇല്ല എന്ന് ഇവർ എഴുതി വാങ്ങിക്കും. പിന്നെ അവർക്ക് നാട്ടിലെത്തി കഴിഞ്ഞാൽ പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാകും. ഇതൊക്കെയാണ് സാമൂഹിക പ്രവർത്തകരടക്കം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വിസ തട്ടിപ്പ് അത് ശരിക്കും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോവിഡിന് ശേഷം അധികം അങ്ങ് ഇല്ലായിരുന്നു. പക്ഷെ വീണ്ടും ഈ വിസ ജോലി തട്ടിപ്പൊക്കെ വീണ്ടും കൂടുകയാണ്. പലരും ചതിക്കപ്പെടുന്നു, പലരും ആ ചതിക്കുഴിയിൽ വീഴുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അജ്മാനിൽ തന്നെ അല്ലെ, ഈ യുവതികളടക്കം, മലയാളി യുവതികളടക്കം നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് വിസ തട്ടിപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹിയുടെ ഉൾഭാഗങ്ങൾ, ഗുജറാത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരാണ്. ഈ സ്വാഭാവികമാണല്ലോ, പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ഇത്തിരി താഴ്ന്നു നിൽക്കുന്നവരെയും ചൂഷണം ചെയ്യുക, അവരെ ചതിയിൽ വീഴ്ത്തുക വളരെ ഈസി ആയിരിക്കും. അപ്പോൾ പാവപ്പെട്ടവരാണ് ഇത്തരത്തിൽ ചതിക്കപ്പെടുന്നവർ കൂടുതൽ. അതായത് സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന പലരുമാണ് ഇത്തരത്തിൽ ചതിക്കുഴിയിൽ വീഴുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ വൃത്തിയും സൗകര്യമുള്ള ഒരു താമസ സ്ഥലമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു കൃത്യമായ ഭക്ഷണം പോലും ഇല്ല എന്നുള്ളതാണ്. ഇവരൊക്കെ താമസിക്കുന്നത് കുടിസുമുറികളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പല ഏജന്റുമാരും ഇവരെയൊക്കെ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചിട്ട് അവരെ കൊണ്ട് എന്താ പറയാ മുതലാളിമാരായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ചൂഷണം, ഇതിന്റെ ഒരു ഇര മാത്രമാണ് ഈ പറയുന്ന ജിനു എന്ന് പറയുന്നത്. ഇന്ന് അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, അവർ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കാം പോയിട്ടുണ്ടാവുക. ഈ കടങ്ങളൊക്കെ മറുഭാഗത്ത് നിൽപ്പുണ്ട്. ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നതാണ്. ആ മകന്റെ ആ അമ്മ നാട്ടിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഇത്തരത്തിൽ താൻ ഉദ്ദേശിച്ചു പോയൊരു സംഭവം നടക്കുന്നില്ല, കുടുംബത്തിന്റെ കടം വീട്ടാനാകുന്നില്ല എങ്കിൽ പോലും തന്റെ മക്കളെ കാണാം എന്നുള്ളൊരു ഒരു സന്തോഷത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ നാട്ടിലേക്ക് വന്നത്. പക്ഷെ ഏക മകനാണ് ജീവനറ്റ് നാട്ടിൽ ആ മോർച്ചറിയിൽ കഴിയുന്ന എന്നുള്ളത് ആ ഒരു സത്യം ആ അമ്മ തിരിച്ചറിയുന്ന നിമിഷം എന്തായിരിക്കാം സംഭവിക്കുക എന്നുള്ളത് ദൈവം അവർക്ക് സഹിക്കാനുള്ള ഒരു മനക്കെട്ടി കൊടുക്കട്ടെ എന്നുള്ളതാണ്. കാരണം ഒരു അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതൊന്നുമല്ല. കാരണം അവർ 1.5 മാസത്തോളമായി ജയിലിൽ കഴിയുകയാണ്, ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ കഴിയുകയാണ്, അത്രത്തോളം സ്ട്രെസ്സും വേദനയും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ മകന്റെ മരണം അറിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവം അവർക്ക് ഇതിനുള്ളൊരു മനക്കരുത്ത് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്.